അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ എന്തെല്ലാം സങ്കടങ്ങളും എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം കഷ്ടപ്പാടുകളുമുണ്ടോ അതെല്ലാം മാറിപ്പോകാൻ നിങ്ങൾ ഒരു സദസ്സിൽ സംഗമിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒന്നും വെറുതെ പറയില്ലല്ലോ, നല്ലൊരു സദസ്സിൽ നിങ്ങൾ സംഗമിക്കണം. അദ്ദേഹം ആശ്ചര്യഭരിതനായി ചോദിച്ചു, എവിടെയാണത്? അള്ളാഹുവിന്റെ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ മജ്ലിസിലേക്ക് നിങ്ങൾ കടന്നു പോകണം. അവരോടൊപ്പം ഇരുന്നു കൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആരക്കണം. അള്ളാഹു നിങ്ങളുടെ ഏത് സങ്കടവും അള്ളാഹു തആല മാറ്റിത്തരുമെന്ന് പറയുമ്പോ ഈ മഹാമനുഷ്യൻ അവിടെ പറഞ്ഞു, അലിയെ, എന്നാൽ ഇൻഷാ അല്ലാഹ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന 6 മക്കളുണ്ട്. ആ മക്കൾക്ക് അവരുടെ വാപ്പ തന്നെയാണ് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ അവരുടെ അനുവാദത്തോടുകൂടി ഞാൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അലിയാർ തങ്ങൾ പറഞ്ഞു, അവർക്കുള്ള അനുവാദത്തോടെ നിങ്ങൾ പോയിരുന്നോ? നിങ്ങൾ ആ മക്കളെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിച്ചു. അവർ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നവരാണ്. അള്ളാഹു അവരെ തട്ടിക്കളയില്ല. ഈ മനുഷ്യൻ അവിടത്തേക്കൊന്ന് കടന്നുപോയി നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് പറഞ്ഞു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുവാനാണ് പറയുന്നത്. ഏതായാലും 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഇദ്ദേഹം അവിടത്തേക്കൊന്ന് കടന്നുപോയി ആ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നു. ആ മക്കളോട് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആരക്കാൻ പറഞ്ഞു. ആവേശത്തോടെ ആ മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ അവിടുന്ന് മജ്ലിസ് വിരിയുമ്പോൾ അവിടുന്ന് ഈ മനുഷ്യനിക്ക് വേണ്ടി ദുആ ചെയ്തു. ഇദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മസ്ജിദ് നബവിയിലേക്ക് ഓടിപ്പോയിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളെ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, അലിയെ, ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞ്, ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെട്ട്, ജീവിതത്തിൽ ഒരുപാട് നൊമ്പരപ്പെട്ട് എന്റെ ആ ഒരു കാര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്കതിനെ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പേ ഇങ്ങനെ ഉള്ള മക്കളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ സങ്കടങ്ങളും എന്റെ ദുഃഖങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ മസ്ജിദ് നബവിയുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണുന്നവരോട് പറയാൻ, സ്വഹാബത്തെ, നിങ്ങളുടെയൊക്കെ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല എന്ന് ഞാൻ പറയുന്നില്ല. ദീന് പഠിക്കുന്ന മക്കളുടെ അരികത്തിരുന്നിട്ട് ആ മക്കളോടൊപ്പം ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു തആല സഫലമാക്കുമെന്ന് പറയുമ്പോ ഇന്ന് ഈ പവിത്രമായ പരിശുദ്ധമായ ഈ മജ്ലിസിൽ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, ഉമ്മമാരോട് പറയാൻ, ജീവിതത്തിൽ സങ്കടങ്ങളാണ്, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ആ പ്രതിസന്ധികളും ആ ദുഃഖങ്ങളും ആ കണ്ണീരുകളും എല്ലാം മാറിപ്പോകാൻ, ആ കഷ്ടതകളും ആ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകാൻ ഈ പവിത്രമായ മജ്ലിസ് അതിനൊരു കാരണമാണ്. ഒരുപാട് മുത്തഅല്ലിമുകളുണ്ട്. ഇവിടെ ഇരിക്കുമ്പോ തന്നെ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്തോ, നിങ്ങളുടെ ഏത് സങ്കടമാണെങ്കിലും, രോഗമാണോ, അതല്ല കടമാണോ, അതല്ല മകളെ കെട്ടിക്കുന്ന വിഷയമാണോ, അങ്ങനെ എന്താണെങ്കിലും നല്ല മനസ്സോടുകൂടിയിട്ട് നിയ്യത്ത് ചെയ്തിട്ടിരുന്നോ. അത്രയും പവിത്രമായ ഒരു സദസ്സിലാണ് ഇവിടെയുള്ളത്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇന്നലെയും ഇന്നലത്തേക്ക് പത്രങ്ങൾ വായിച്ച് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഞാനും കസേര ഉണ്ടാവുള്ളെന്ന്. അത് വേറെ കാര്യം. ഏതായാലും അല്ലാഹുവേ, ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മജ്ലിസിൽ സംഗമിച്ച മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. ആദരവായ പ്രവാചക പ്രഭു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹുവിനോടും ഒരു ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ആ ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നിങ്ങൾ രണ്ടുപേരും എന്നല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവരോട്, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നവരോട് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട അലിയാർ തങ്ങളും മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന അവിടത്തെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യമുത്തുകൾ അതേതാണെങ്കിലും ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നവരോട് ഞങ്ങളത് പറയുകയും ഞങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതിനൊന്നും യാതൊരു സംശയവുമില്ല. അവിടുന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അലിയാർ തങ്ങളെ, പ്രിയപ്പെട്ട ഫാത്തിമ,
ദുനിയാവിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുമല്ലോ ഫാത്തിമ, ഒരുപാട് സങ്കടങ്ങൾ കൊടുക്കുമല്ലോ ഫാത്തിമ. അല്ലാഹുവേ, പട്ടിണി തന്നുകൊണ്ട്, ദാരിദ്ര്യം തന്നുകൊണ്ട്, കടം തന്നുകൊണ്ട്, രോഗം തന്നുകൊണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ അങ്ങ് പരീക്ഷിക്കുമല്ലോ ഫാത്തിമ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോടും പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവേ, ഏത് പരീക്ഷണങ്ങൾ വന്നാലും, ഏത് സങ്കടങ്ങൾ വന്നാലും, ഏതെല്ലാം ദുഃഖങ്ങൾ വന്നാലും അതിനെ സഹിക്കുന്നവരാരാണ്, ക്ഷമിച്ചുകൊണ്ട് കടന്നു വരുന്നവരാരാ, അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളുണ്ട്. ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കാ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ൊന്ന് കൊണ്ടുവരുമോ ഫാത്തിമ? പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടത്തെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത്, ആ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും ഇന്ന് വരെ ഞങ്ങൾ പാഴാക്കിയിട്ടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഫാത്തിമ, ദുനിയാവിന്റെ പുറത്ത് ചില ആളുകൾ വല്ലാതെ സങ്കടപ്പെടുന്ന അവസ്ഥകൾ കടന്നു വരായിരിക്കുന്നുണ്ട് ഫാത്തിമ. അലിയെ, സങ്കടപ്പെട്ടുകൊണ്ട് പരസ്പരം കരയായിരിക്കുന്ന ഒരവസ്ഥ കടന്നു വരായിരിക്കുന്ന ഫാത്തിമ. അങ്ങനത്തെ ഒരവസ്ഥ കടന്നു വരുമ്പോ ക്ഷമിക്കുന്നവരാരാണ്, പൊറുക്കുന്നവരാരാണ്, അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ അലിയേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോടും മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോടും അല്ലാഹുവിന്റെ മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, അവിടെ നലിയാർ തങ്ങൾ ചോദിക്കുകയാ, ഇത് ഞങ്ങളെ പറ്റിയാണോ പറയുന്നത് റസൂലല്ലാഹ്? നബി തങ്ങൾ പറഞ്ഞു, അമാ ഇന്നഹു സയകൂ. 2020-ലും 2021-ലുമായിട്ട് ഒരുപാട് സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ വഴികളിലൂടെ ചില ആളുകൾ കടന്നു വരായിരിക്കുന്നുണ്ട് ഫാത്തിമ. പടച്ചവനെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ, വല്ലാത്ത സങ്കടത്തിലായിട്ട് കടന്നു വരായിരിക്കുന്നുണ്ട്. പരസ്പരം മിണ്ടാൻ കഴിയാത്ത, പരസ്പരം അടുക്കാൻ കഴിയാത്ത, പരസ്പരം സംസാരിക്കാൻ പേടിയാകുന്ന, പരസ്പരം അടുത്തുപോയിരിക്കാൻ പേടിയാകുന്ന അങ്ങനത്തെ അവസ്ഥ കടന്നു വരായിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടന്ന് സ്വഹാബത്ത്, അവിടന്ന് ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും ചോദിച്ചു പോവുകയാ, അതെന്താണ് നബിയേ? അവിടന്ന് പറഞ്ഞു, ഫാത്തിമ, ഉപജീവനം തേടിക്കൊണ്ടിരിക്കുന്ന മാർഗങ്ങളുണ്ടല്ലോ, ആ മാർഗങ്ങൾ മുഴുവനും അടഞ്ഞു പോകുന്നൊരു സമയം വരും ഫാത്തിമ. അല്ലാഹുവേ, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണല്ലോ. കോവിഡ് കടന്നു വന്നപ്പോ ലാഭമുണ്ടായിരുന്ന കച്ചവടങ്ങൾ മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാ. ഓരോന്നായി മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരികയാണ്, മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വയസ്സായ ആളുകളുണ്ടല്ലോ, ആ വയസ്സായ ആളുകളെ പേടിച്ചുകൊണ്ട് അകറ്റി നിർത്തുന്ന സമയങ്ങൾ കടന്നു വരുമെന്ന് പറയുമ്പോ, യാ അല്ലാഹ്, ഇന്നവിടുന്ന കാലഘട്ടം ചർച്ചകൾ ചെയ്തതും അതാണല്ലോ. കോവിഡ് വന്നപ്പോ പറഞ്ഞു, ഇത്ര വയസ്സിന് മുകളിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, വയസ്സായവർ അവര് പള്ളിയിൽ വരാൻ പാടില്ല, അവർ അല്ലാഹുവേ ഒരുമിച്ച് കൂടുന്ന കല്യാണത്തിന്റെ സദസ്സുകളില് അവരൊരുമിച്ച് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളൊന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചവനെ, ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് കടന്നു വരികയാ. ഇതിന്നോ ഇന്നലെയോ പ്രവചിച്ചതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തിന്റെ രാജകുമാര
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയതാണ്. അങ്ങനത്തെ അവസ്ഥകൾ കടന്നു വരുമ്പോ അത് മാത്രമല്ലല്ലോ, വിശപ്പ് സഹിക്കുന്ന, സങ്കടം സഹിക്കുന്ന, ദുഃഖം സഹിക്കുന്ന അവസ്ഥകൾ കടന്നു വരാതിരിക്കുകയാണ്. പടച്ചവനെ, പല വീടിന്റെ അകത്തട്ടിലും പട്ടിണി കിടന്ന ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പല വീടിന്റെ അകത്തട്ടിലും വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പടച്ചറപ്പേ കൊച്ചുമക്കൾക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ കഴിയാതെ സങ്കടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയ എത്രയോ മാസങ്ങളാണ് കടന്നു പോയത്. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, നബിതങ്ങൾ പറയുന്നു, ഫാത്തിമ, അത് അല്ലാഹുവേ അന്നുള്ളവർക്ക് മാത്രമല്ല ഇന്നുള്ളവർക്കും അല്ലാഹു അങ്ങനത്തെ സങ്കടങ്ങളും വേദനകളും തരും ഫാത്തിമ. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവിന് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല. ഈ മാരകമായ രോഗങ്ങൾ മുഴുവനും കടന്നു വന്നപ്പോ ചിലര് പോലും അറിയാതെ പറഞ്ഞു പോയി, അല്ലാഹുവിന് നമ്മളോട് എന്തോ വെറുപ്പുണ്ടെന്ന് തോന്നുന്നു, എന്തേ സംഭവിച്ചെന്ന് തോന്നുന്നു, എന്തേ റബ്ബ് നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊരു പക്ഷെ അറിയാതെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനകൾ തരുന്നത്, വിഷമങ്ങൾ തരുന്നത്, ദുഃഖങ്ങൾ തരുന്നത് അതാർക്കെന്നറിയുമോ? അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നവർക്കാണ്. അതല്ലേ ബഹുമാനപ്പെട്ട അയ്യൂബ് നബിക്ക് അല്ലാഹു രോഗം കൊടുത്തത്? അയ്യൂബ് നബിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ഓരോ പ്രവാചകരുടെ കഥകൾ പറഞ്ഞ പടച്ച റബ്ബേ, സ്വഹാബത്തിന്റെ കഥകൾ പറഞ്ഞാൽ എന്തിനേറെ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാ. പടച്ച റബ്ബേ, ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് പറയുന്നല്ലയോ ഉസ്മാൻ, വല്ലാത്തൊരു സങ്കടത്തിലാണ് കടന്നു വന്നിരിക്കുന്നത് ഉസ്മാൻ. വീടിന്റെ അകത്തട്ടിൽ സങ്കടമാ, വീടിന്റെ അകത്തട്ടിൽ ദുഃഖമാ, വീടിന്റെ അകത്തട്ടിൽ പ്രയാസമാ. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് 2 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പടച്ച റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹുവിലേക്ക് കണ്ണിന് കുളിർമയായി പടച്ച റബ്ബിലേക്ക് 2 മക്കളെ തന്നിട്ടുണ്ട് സുമാൽ. ഇന്നാ മക്കളുടെ കാര്യത്തിൽ സങ്കടമാ, ആ മക്കളുടെ കാര്യത്തിൽ ദുഃഖമാ, ആ മക്കളുടെ കാര്യത്തിൽ പ്രയാസമാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട്, കവിൽ തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒലിച്ചിറങ്ങുന്നത് കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാണ്, എന്തേ പൊന്നുമോനെ നിനക്ക് പറ്റിയതെന്ന് പറയുമോ? എന്തേ നിന്റെ സങ്കടമെന്ന് പറയുമോ? അല്ലാഹു നിന്റെ സങ്കടങ്ങളെ മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെന്ന് ചോദിക്കുമ്പോൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അവിടെന്ന് പറഞ്ഞു പോവുകയാ, മുസ്തഫ നബി തങ്ങളെ കരച്ചിലാണ്, മനമോ ഓർത്തിടാതെ കരഞ്ഞു ഞാനും തേങ്ങലാണ്, പൊൽക്കനീ മക്കളതിന്ന് തേങ്ങലാണ്, വീടിനുള്ളറയിൽ സങ്കടം പേരുകലാണ്, മാരകമാം രോഗമൊന്ന് വന്നതാണ്, കരയാതുറ്റവർ കൂടെ അതില്ല തേങ്ങലാണ്, എന്റെ ഭാര്യ സങ്കടത്തിൽ വീഴലാണ്, കരഞ്ഞു കരഞ്ഞു തളർന്ന് പോയവൾ കീടപ്പിലാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, അല്ല ഉസ്മാൻ തങ്ങളെ, വീടിന്റെ അകത്തട്ടില് എന്റെ പെണ്ണ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കിടക്കുകയാ, അവളുടെ കൈകാലുകൾ തളർന്നു പോവുകയാ.
അവക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ലല്ലോ, വെള്ളമെടുക്കാൻ തോന്നുന്നില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ലല്ലോ, ഇരിക്കാനും നടക്കാനും ഒന്നിനും തോന്നാതെ എന്റെ പ്രിയപ്പെട്ടവള് വീടിന്റെ കത്തത്തിൽ നൊമ്പരത്തിലാ. എന്തേ കാര്യമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും എന്റെ പെണ്ണിനും തന്നത് ഈ അരുമ മക്കളെയോ. പടച്ച റബ്ബേ, ഇന്നാ പൊന്നുമക്കള് വല്ലാത്ത നൊമ്പരത്തിലാ. ഒരു മോന്റെ 2 കാലുകൾ തളർന്നിട്ടാ ഉള്ളത്. അവന്റെ കാര്യങ്ങൾ മുഴുവനും ഞാനോ എന്റെ പെണ്ണോ നോക്കണം. രണ്ടാമത്തെ മോനിക്കാണെങ്കിലോ അവൻ സംസാരിക്കില്ല, ഉമ്മാന്ന് വിളിക്കില്ല, ബാപ്പാന്ന് വിളിക്കില്ല. ഏതൊരു ഉമ്മക്കും ഒരു ബാപ്പക്കും ആഗ്രഹമുള്ളതല്ലേ മക്കളും ഉമ്മാന്ന് വിളിക്കുന്നത്, മക്കള് ബാപ്പാന്ന് വിളിക്കുന്നത്? ഏതൊരു ഉമ്മാക്കും ബാപ്പാക്കും ആഗ്രഹമുള്ളതല്ലേ ഉസ്മാ? പക്ഷേ എന്റെ ഒരു കുട്ടി കാല് തളർന്നിട്ടു, ആ കാലിന്റെ ഒരു ഭാഗത്ത് പൊട്ടിയിട്ട് അവിടെ നിന്ന് ചലങ്ങൾ ഒലിച്ചു വരുന്നുണ്ട് ഉസ്മാ. വേദന കൊണ്ട് ഉമ്മാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയുമ്പോൾ അടുത്തൊന്നോടിപ്പോയി ആ പൊന്നുമകനെ വാരിയെടുത്തിട്ട് കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് കരയല്ലേ പൊന്നുമോനെ എന്ന് പറയുവാനല്ലാതെ കഴിയുന്നില്ലല്ലോ ഉത്തമാ. അവിടെ നിന്ന് ചലങ്ങൾ ഒലിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവൾ അരികത്ത് പോയിരുന്നിട്ട് ആ ചലങ്ങൾ ഇങ്ങനെ ഒപ്പി എടുക്കാറുണ്ട്. അല്ലാഹുവേ, അവിടെ നിന്ന് മുറിഞ്ഞിട്ട് വേദന വന്നിട്ട് കരയുകയാണ്. എന്റെ കുഞ്ഞുമോൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പാ എന്റെ കാല് വേദനിക്കുകയാണ്, കാല് വേദനിക്കുകയോ, മുറിഞ്ഞു പൊട്ടുകയോ. അല്ലാഹുവേ, എന്റെ മൂത്ത മകനാ, അവനിക്ക് കുറച്ചൊക്കെ അറിയാറായവനാണ്. അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, വാപ്പാ സഹിക്കുന്നില്ല വാപ്പാ, സഹിക്കുന്നില്ല വാപ്പാ, ഞാനൊന്ന് മരിക്കാനൊന്ന് ദുആരക്കുമോ? എന്റെ മയ്യത്ത് കൊണ്ടുവന്ന പള്ളിപ്പറമ്പിലൊന്ന് കൊണ്ടുവച്ചാൽ അല്ലാഹുവേ, പിന്നെ എന്റെ വേദന ഞാൻ അറിയേണ്ടി വരുന്നില്ലല്ലോ ബാപ്പാ എന്ന് അവന്റെ കുഞ്ഞിളം മനസ്സുകൊണ്ട് അവൻ എന്നോട് പറയുമ്പോ ഞാനൊരു ബാപ്പയല്ലേ ഉസ്മാൻ തങ്ങളെ? എനിക്കെങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നത്? എനിക്കെങ്ങനെയാണ് പൊറുക്കാൻ പറ്റുന്നത്? ഞാനും എന്റെ പെണ്ണും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിരിക്കുകയാണ്. അതുകൊണ്ട് ഉസ്മാൻ ഒന്ന് ദുആരക്കുമോ എന്ന് പറഞ്ഞിട്ട് വീടിന്റെ കത്തട്ടിലേക്കൊന്ന് തിരിച്ചു നടക്കുകയാ. ഉസ്മാൻ തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്മാൻ തങ്ങളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു പോകാതിരിക്കുമ്പോൾ അല്ലാഹുവേ, വീടിന്റെ മുറ്റത്ത് പല സ്വഹാബത്തും ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്, പല ആളുകളും കടന്നു പോകുന്നുണ്ട്. എന്നെ കണ്ടപാട് ജുബൈർ തങ്ങൾ ചോദിച്ചു, എവിടെയായിരുന്നു നീ? നിന്നെ തിരക്കി ആരെല്ലാം എവിടൊക്കെ പോയിട്ടുണ്ടെന്നറിയുമോ? എന്ത് പറ്റി? എന്റെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, മോനെ, അല്ലാഹു ഒരു പരീക്ഷണം തന്നാൽ നീ എന്തേ ചെയ്യുമെന്ന് ചോദിക്കുമ്പോ, എന്റെ റബ്ബെന്നെ പരീക്ഷിച്ചാൽ, എന്റെ അല്ലാഹു എന്നെ പരീക്ഷിച്ചാൽ ദുനിയാവിന്റെ പുറത്ത് ക്ഷമിച്ച് സഹിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്നാ നിനക്കറിയുമോ എന്ന് പറഞ്ഞിട്ട് ജുബൈർ തങ്ങള് ഈ സ്വഹാബിയുടെ കൈപിടിച്ച് വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ആ സമയത്ത് ആ പ്രിയപ്പെട്ട പുന്നാര മകൻ കാല് വേദനിക്കുന്നു വാപ്പോ, വല്ലാതെ വേദനിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ട് വാപ്പോ, ഞാനൊന്ന് മരിക്കാനൊന്ന് ദുആരക്കുവോ വാപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോന്, ആ
പ്രിയപ്പെട്ട പൊന്നുമോനെ വെള്ള പുതപ്പിച്ചിട്ട് അവിടെ കിടത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മ നമ്മുടെ മുമ്പില് നമ്മുടെ പൊന്നുമക്കളെ പനി പിടിച്ച് പുതച്ച് കിടക്കുന്നത് കാണാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അവിടെ നിന്ന് കഴിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അവിടെ നിന്ന് കഴിയുമോ? ഇല്ലല്ലോ. അവിടെ നിന്നതാ ഈ സ്വഹാബി കടന്നു ചെല്ലുമ്പോ പുന്നാരമകന്റെ മുഖത്തുകൂടെ വെള്ളത്തുണിയിട്ടിരിക്കുകയാണ്. കുഞ്ഞുമകന്റെ മുഖത്ത് വെള്ളത്തുണിയിട്ടിരിക്കുകയാ. ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇത് വെറുതെ പറയുകയല്ല. മുഹമ്മദ് കുട്ടി ഉസ്താദിനെ കണക്കുള്ള പണ്ഡിത വരേണ്യന്മാര് നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. വാഫി ഉസ്താദുമാരെ പോലെ ഉള്ളവര്, ആലിമീങ്ങൾ ഈ മജ്ലിസിലുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്ക്. അല്ലാ ചരിത്രം വളരെ സുദീർഘമാണ്, ചുരുക്കി പറയുകയാ. അവസാനം അവിടെ നിന്നിരുന്ന സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വഹാബി ഓടിപ്പോയിട്ട് കിടക്കുന്ന കുഞ്ഞുമകനെ അങ്ങ് വാരി അങ്ങെടുക്കുകയാണ്. അല്ലാഹുവേ, മരിച്ചു കിടക്കുന്ന കുഞ്ഞുമോനെ വാരിയെടുത്തിട്ട് കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുകയാണ്. ഒരൊറ്റ കരച്ചിലാണ്. അല്ലാ, ഇവിടെ എന്റെ കുഞ്ഞുമോ ഒരുപാട് വേദന സഹിച്ചു. അല്ലാ, സഹോദരങ്ങളെ, അവിടെ നിന്ന് മയ്യത്തെടുത്തിട്ട് എല്ലാവരോടും പറയുകയാ, നിങ്ങളൊന്നു നിൽക്കുമോ ഇവിടെ? നിങ്ങളൊന്നു നിൽക്കുമോ ഇവിടെ? എന്റെ കുഞ്ഞുമകനെ കാത്തി എന്റെ റൂമിന്റെ അകത്തട്ടില് എന്റെ പ്രിയപ്പെട്ടവളിരിപ്പുണ്ട്. ഇനി അവക്കിന്നി മുത്തം കൊടുക്കാൻ കഴിയില്ലല്ലോ, പൊന്നുമോനെ പരിചരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ മയ്യത്തായി കിടക്കുന്ന കുഞ്ഞുമകനെ വാരിയെടുത്തിട്ട് അകത്തട്ടിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അല്ലാ, അകത്തട്ടിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് പുന്നാരമകനെ തന്റെ പെണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആ സമയമാണ് ഇദ്ദേഹം പറഞ്ഞു, മോളെ, ഒരുപാട് സ്വഹാബത്ത് വീട്ടിന്റെ മുമ്പിലുണ്ട്, അതുകൊണ്ട് ശബ്ദമുയർത്തല്ലേ, അള്ളാഹുവിനെ ഓർത്തിട്ട് ക്ഷമിക്കണേ നീ, ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് കരുതിക്കോണം, നീ കരയരുത്, നിന്റെ ശബ്ദം പുറത്തു വരരുത് എന്ന് പറയുമ്പോ ഈ പെണ്ണ് പോലും അറിയാതെ, എത്രയായാലും ഉമ്മയല്ലേ, അറിയാതെ മനസ്സങ്ങ് പൊട്ടിപ്പോവുകയാണ്. പുന്നാരമകനിക്ക് അവസാനത്തെ യാത്രയയപ്പ് കൊടുക്കുകയാ. പൊന്നമകനിക്ക് അവസാനത്തെ യാത്രയയപ്പ് കൊടുത്തു. കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ചു തുരുതുരാ മുത്തം കൊടുത്തിട്ട് അല്ലാഹുവേ, അവിടന്ന് പ്രിയപ്പെട്ടവന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുകയാണ്. എല്ലാവരും കൂടെ പൊന്നമകന്റെ മയ്യത്ത് ജന്നത്തുൽ ബഖീഇലേക്കൊന്ന് കൊണ്ടുപോവുകയാ. ജന്നത്തുൽ ബഖീഇലേക്കൊന്ന് കൊണ്ടുവച്ചു. പടച്ചറപ്പേ, കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്തട്ടില് അവിടെ ഇറങ്ങിയിട്ട് കുഞ്ഞുമകന്റെ മയ്യത്ത് രണ്ട് കരങ്ങൾ കൊണ്ട് മേടിച്ച് ഖബറിന്റെ അകത്തട്ടിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ടാ ഖബറിന്റെ പുറത്തേക്ക് അങ്ങ് കയറിയിട്ട് അവിടെ മണ്ണിട്ട് മൂടി. അല്ലാഹുവേ, ഒരു പിതാവിന്റെ സങ്കടമൊന്നോർത്തു നോക്ക്, ഒരു പിതാവിന്റെ സങ്കടമോർത്ത് നോക്ക്. മണ്ണിട്ട് മൂടിയിട്ട് ഖബറിന്റെ ചാരി നിന്ന് വിളിച്ചു പറഞ്ഞു, ഖബറേ, എന്റെ കുഞ്ഞുമോനാ, നിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിരിക്കുന്നത് അവനൊരുപാട് വേദന തിന്നവനാ, അവനൊരുപാട് സങ്കടപ്പെട്ടവനാണ്, അവനൊരുപാട് നൊമ്പരപ്പെട്ടവനാണ്. അതുകൊണ്ട് നീ അവനെ ഇനിയും വേദനിപ്പിക്കല്ലേ ഖബറേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. പോകുമ്പോ സ്വഹാബത്ത് കയ്യിൽ പിടിച്ച് വീട്ടിലേക്കൊന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരികയോ. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു പോവുകയാണ്, മോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാ അത്, നിന്റെ കുഞ്ഞുമകനെ അല്ലാഹു നിനക്ക് തന്നതാണ് മോനെ. ദുനിയാവിന്റെ പുറത്ത് അല്ലാഹു നിന്നോട് വെറുപ്പുണ്ടായിട്ടല്ല, അല്ലാഹുവിന് നിന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല, നിന്റെ കുഞ്ഞുമോനെ അല്ലാഹു
കൊണ്ടുപോയത്. അള്ളാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ. അതുകൊണ്ടാണ് അള്ളാഹു നിന്റെ പുന്നാര മകനെ എവിടുന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് നീ സഹിച്ചാൽ, അതുകൊണ്ട് നീ ക്ഷമിച്ചാൽ, അള്ളാഹു തന്ന ഈ പരീക്ഷണത്തില് നീ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചമർത്തി ജീവിച്ചാൽ നാളെ സ്വർഗത്തില് നിനക്ക് സന്തോഷിക്കാം പൊന്നുമോനെ. നീ ക്ഷമിച്ചുകൊണ്ട് കടന്നു പോയ അബ്ശിറൂ ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ ഖുർആൻ ഓതി മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സഹിക്കുമോ ക്ഷമിക്കുമോ? അവിടെന്ന് പറഞ്ഞു, ഞാൻ സഹിക്കാൻ സന്നദ്ധയാണ്. എന്റെ വീടിന്റെ അകത്തട്ടിൽ അവനെ 10 മാസം ചുമന്ന് പ്രസവിച്ചൊരു പെണ്ണുണ്ട്. ആ പെണ്ണിനത് സഹിക്കാൻ കഴിയുമെന്നറിയില്ല. എന്നാലും ഞാൻ പോവുകയാണ്. എന്റെ പെണ്ണിനോട് ചെന്നിട്ട് പറയാ, ഓടി വീടിന്റെ അകത്തട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, മോളെ അള്ളാഹുവിന് നിന്നോട് ഒരു വെറുപ്പും ഇല്ല കേട്ടോ. അള്ളാഹുവിന് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ മോളെ. അതുകൊണ്ടാണ് അള്ളാഹു നിനക്ക് നാളെ സ്വർഗത്തിന്റെ അകത്തട്ടില് സന്തോഷത്തിന്റെ പരവതാനി തരാനോ. അതുകൊണ്ട് നീ ക്ഷമിക്കുമോ? നീ പൊറുക്കുമോ? ഏതെല്ലാം സങ്കടം വന്നാലും, ഏതെല്ലാം ദുഃഖം വന്നാലും, ഏതെല്ലാം കട്ടപ്പാട് വന്നാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ഫാത്തിമ ബീവിയോടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ, ഏത് സങ്കടം വന്നാലും നിങ്ങൾ ക്ഷമിച്ചേക്കണേ. എത്രയെല്ലാം ദുഃഖങ്ങൾ വന്നാലും ക്ഷമിച്ചേക്കണേ. അല്ലാഹുവിന് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഫാത്തിമ. അതുകൊണ്ട് മക്കൾ മരിക്കുമ്പോ ചിലര് പറഞ്ഞു പോകും, അള്ളാഹുവിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അള്ളാഹുവിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അള്ളാഹുവിന് ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് സ്വതക്ക ചെയ്തിട്ടുണ്ടല്ലോ. പടച്ചവനെ വാഫി, അള്ളാഹുവേ വാഫികളാകാൻ പോകുന്ന മക്കളുടെ കോളേജിന് വേണ്ടി ചോദിച്ചപ്പോ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തവനാണ്, ചെയ്തവളാണ്. എന്നിട്ടും ഇത്രയും പരീക്ഷണമോ? അത് അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ മുസ്തഫ നബി തങ്ങൾ നോക്കിയിരിക്കുമ്പോ ബാപ്പയും മകനും തമ്മിൽ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുമ്പോ അള്ളാന്റെ ഹബീബ് നോക്കുമ്പോ ബാപ്പ നിസ്കരിക്കുമ്പോ ബാപ്പാന്റെ പുറത്ത് കയറിയിട്ട് കുഞ്ഞുമോന് കളിക്കുകയാണ്. മുസ്തഫ നബി തങ്ങൾ ദൂരെ ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഈ ബാപ്പയെയും ഈ മകനെയും കാണാതിരിക്കുന്നത്. സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, എവിടെയാണ് ആ കൊച്ചുകുട്ടിയും ബാപ്പയും എവിടെ? ആ സമയമാ പറഞ്ഞത്, നബിയേ, ആ കുഞ്ഞുമോ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല സഹാബാ? പടച്ചവനെ, മുസ്തഫ നബി തങ്ങൾ ആ സ്വഹാബിയുടെ വീട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ റൂമിന്റെ കത്തട്ടിൽ അടച്ചിട്ടിരിക്കുകയാ. മുസ്തഫ നബി തങ്ങളാണെന്ന് പറഞ്ഞപ്പോ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. വന്നപാടെ പറഞ്ഞു, നബിയേ, അല്ലാഹു എനിക്ക് തന്ന കുഞ്ഞുമോനെ അല്ലാഹു അങ്ങ് വിളിച്ചു നബിയേ. ഇനി അവന്റെ കളിയില്ലല്ലോ, ഇനി അവന്റെ ചിരിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വിഷമപ്പെടുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി അറിയുമോ? മോനെ, നിന്റെ അത്രയും വയസ്സ് നിന്റെ മകനിക്ക് ജീവിച്ചിരിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയുമല്ലോ. അതേസമയം നീയൊന്ന് ക്ഷമിച്ചാൽ, നീയൊന്ന് പൊരുത്തപ്പെട്ടാൽ, നിന്റെ കണ്ണീരും നിന്റെ സങ്കടവും നീയും നടക്കി പിടിച്ചാൽ നാളെ അല്ലാഹുവേ പവിത്രമായ സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകുമ്പോ ബാപ്പയെ കാത്തു സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലും വരുന്ന ആ മകനെയാണോ നിനക്ക് ഇഷ്ടപ്പെടുന്നത്? എന്നാൽ നീയൊന്ന് ക്ഷമിക്കുമോ എന്ന് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു പോയെങ്കില് ഇന്ന് നമ്മൾ എന്താ പറയുന്നത്? രോഗം വന്നു പോയാ പറയും, അല്ലാഹുവിന്
ഇപ്പൊ എന്നെ വേണ്ട. അള്ളാഹുവിന് എന്തേ എന്നോട് ഇത്ര ദേഷ്യം? പക്ഷേ ഞാൻ അള്ളാഹുവിന് കുറ്റകരമായിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ക്യാൻസർ രോഗി പോലും പറയും, എത്രയോ ആളുകൾ നിസ്കരിക്കാത്തവരുണ്ട്, നോമ്പെടുക്കാത്തവരുണ്ട്, സ്വതക്ക ചെയ്യാത്തവരുണ്ട്, സക്കാത്ത് കൊടുക്കാത്തവരുണ്ട്. എന്തേ പടച്ച റബ്ബ് അവർക്ക് ഇതുപോലത്തെ ഒരു രോഗമൊന്നും കൊടുക്കാത്തത്? മോനെ, എന്റെ പെങ്ങളെ, പൊന്നു വാപ്പോ, നിങ്ങളെപ്പോഴൊക്കെ രോഗമായിരിക്കുന്നു ആ സമയത്തൊക്കെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടുകയാണ്. ആ രോഗത്തിന് നിങ്ങൾ ക്ഷമിക്കണേ. കാരണം പടച്ച റബ്ബ് രോഗം തരുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളവരോടാണ്. അതുകൊണ്ട് ഫാത്തിമ, അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങളിൽ നീ വിജയിക്കണേ ഫാത്തിമ. സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കുടുംബജീവിതമാണെങ്കിലും അലിയിനോടൊപ്പം കഴിയുമ്പോ അതെല്ലാം സഹിച്ചുകൊണ്ട് കടന്നു പോകണേ ഫാത്തിമ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്